തൊപ്പിന്റെ കല്യാണം നടന്നു കഴിഞ്ഞ ഒരു പാവസം എന്റെ വക രാജാന്റെ വക മെഹറക്കി മെഹറക്കി ഓക്കെ കല്യാണത്തിന് തന്തൊക്കെ ഉറക്കാത്തമാര് ഒരു നാടുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. അടിച്ചിരുന്ന മൂന്നത്തെ പല്ല് ഞാൻ കൊയ്ക്കും. അങ്ങനെ നമ്മുടെ തൊപ്പിയും മെഹറും തമ്മിലുള്ള വിഷയം വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിയും മെഹറും ഒന്നിച്ചുള്ള ഒരു ആൽബം വീഡിയോ ഇറങ്ങിയതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ അല്ലെ? അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഷാജാൻ ഷാ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ഇൻസ്റ്റയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ഇയാളുമായി ബന്ധപ്പെട്ടാണ് പുതിയ പ്രശ്നം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇയാളാണ് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എങ്ങനെയാണ് തൊപ്പിയും മെഹറും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. തൊപ്പിയും മെഹറും കുറച്ച് കാര്യങ്ങളായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഏകദേശം ഒരു മാസം മുമ്പേ മെഹർ തൊപ്പിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു അത്. തൊപ്പിയുടെ ഇമേജ് തന്നെ ആ ഇന്റർവ്യൂയോട് കൂടി മാറിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫസ്മിനയുമായിട്ടുള്ള പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ തൊപ്പി ആ ഇന്റർവ്യൂവിൽ വളരെ മനോഹരമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ച് ഉപ്പാനെ കുറിച്ചൊക്കെ ടച്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആവുകയും ചെയ്തു. ഈ ഇന്റർവ്യൂവിന് ശേഷമാണെന്ന് തോന്നുന്നു തൊപ്പിയും മെഹറും നല്ല സുഹൃത്തുക്കളായത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞ് തൊപ്പി ലൈവ് ചെയ്യുന്നതിനിടയ്ക്ക് കുറെ ഫോളോവേഴ്സ് എന്താക്കി തൊപ്പിയോട് മെഹറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു ചലഞ്ച് ആയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ തൊപ്പി എന്താക്കി മെഹറിനെ വീഡിയോ കോൾ ചെയ്ത് പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മെഹറിനെ വിളിച്ചു തൊപ്പി സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് ഒരു സോറിയും പറഞ്ഞു. പിന്നെയും കുറെ സമയം അവർ തമ്മിൽ ലൈവിൽ സംസാരിക്കുകയുണ്ടായി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൊപ്പിക്ക് മെഹറിനെ ശരിക്കും ഇഷ്ടമാണെന്ന് ആളുകൾക്കൊക്കെ തോന്നാൻ തുടങ്ങി. തൊപ്പിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ട സമയത്ത് തോന്നിയതാണ്. സംഭവം ഫോളോവേഴ്സ് പറഞ്ഞത് കൊണ്ട് പ്രപ്പോസ് ചെയ്തതാണെങ്കിലും തൊപ്പിയുടെ ഉള്ളിൽ മെഹറിനോട് ഇഷ്ടമുണ്ട് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ മെഹറിനും തിരിച്ചിഷ്ടമുണ്ട്. അത് അവളുടെ സംസാരം കണ്ടാൽ തന്നെ അറിയാം എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തൊപ്പിയെയും മെഹറിനെയും വെച്ചുള്ള ആൽബം വീഡിയോ പുറത്തിറങ്ങുന്നത്. അത് പിന്നെ വലിയ വിവാദമൊക്കെയായി. നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പിയെയും മെഹറിനെയും സപ്പോർട്ട് ചെയ്താണ് നമ്മൾ അന്ന് സംസാരിച്ചിരുന്നത്. എന്നിട്ടും കമന്റ് ബോക്സ് മുഴുവനും തൊപ്പി ഫാൻസിനെ വക ഫുൾ തെരുവിലായിരുന്നു മക്കളെ. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവന്മാര് വീഡിയോ മുഴുവനും കാണാതെ വെറുതെ വായ തോന്നിയ തെറിയും വിളിച്ച് പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിത് പുത്തിരില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവന്മാര് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, തലച്ചോറില്ലാത്ത ടീമാണ്. തൊപ്പിക്ക് ഒരുപാട് മാറി നന്നായി പോയി. പക്ഷെ തൊപ്പി ഫാൻസിന് മാത്രം ഇപ്പൊ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. എന്തേലും ആവട്ടെ. അപ്പൊ നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ ഷാജാൻ ഷാ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെക്കുന്നത്. ഇയാൾ എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഒരു വീഡിയോ കണ്ടോക്കാം. ഇയാളിതെന്തോന്ന് പൊട്ടന് ലോട്ടറി അടിച്ച പോലെ മെഹർക്കി ജയ് മെഹർക്കി ജയ്. മെഹർ എന്താ വല്ല ഇലക്ഷനും ജയിച്ചിരിക്കുകയാണെങ്കിൽ ജയ് വിളിക്കാൻ വെറുതെ പട്ടിശോ അങ്ങോട്ട് ഇറക്കന്നെ. ഇനി മെഹറിനെ ജയ് വിളിച്ച ശേഷം ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. തൊപ്പിന്റെ കല്യാണം നടന്നു കഴിഞ്ഞ ഒരു പാവസം എന്റെ വക രാജാന്റെ വക മെഹറക്കി മെഹറക്കി ഓക്കെ കല്യാണത്തിന് ഇങ്ങനെയുണ്ട്. മെഹറിനും തൊപ്പിന്റെയും കല്യാണം നടന്നു കഴിഞ്ഞാണെങ്കിൽ 1 പവൻ സ്വർണം നമ്മളെ ഷാജാൻ ഖാന്റെ വക. അല്ലെ നമ്മളൊക്കെ കല്യാണം കഴിച്ചിനി ഇതുപോലെ സ്വർണ്ണം ഓഫർ ചെയ്യാനൊന്നും ആരും കണ്ടില്ല. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും തൊപ്പിയും മെഹറും കൂടെ എല്ലാം ഒന്ന് ഒതുക്കി വരികയായിരുന്നു. പ്രപ്പോസലും വീഡിയോ എല്ലാമായിട്ട് മെഹറിന് ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒതുക്കി വന്നപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഇയാൾ വന്നിട്ട് തൊപ്പിയുടെ മെഹറിന്റെ കല്യാണത്തിന് എന്റെ വക 1 പവൻ സ്വർണ്ണം എന്ന് വിളിച്ചു പോകുന്നത്. അതും നീലക്കോവിലിന്റെ മുന്നിൽ വെച്ചിട്ട്. തൊപ്പിയും മെഹറും കല്യാണം എന്ന സംഗതിയെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഇയാൾ ഇതും വിളിച്ചു കൂടി പോകുന്നത്. പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് സംസാരിക്കുന്നത് കണ്ടാൽ അപ്പൊ ബാക്കിയുള്ള കൂട്ടുകാരെ എല്ലാവരും കൂടി ചേർന്നൊരു നോട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ലവ് ആണില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടം. ഇയാൾ തൊപ്പിയുടെ മെഹറിനെ കല്യാണക്കാരും വിളിച്ചു കൂടി വരുന്നത് കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. സംഭവം ഇയാൾ തമാശയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് തമാശയല്ല. ഒരു ഗോസിപ്പിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഇയാൾ കളിച്ചത്. ഇങ്ങനെ പബ്ലിക്കായി വിളിച്ചു പോകാൻ പറ്റിയൊരു സംഗതിയാണത്. എന്തായാലും നമ്മുടെ തൊപ്പിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല. താൻ കൂടി കാരണമായിട്ടാണല്ലോ മെഹറിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു കുറ്റബോധം തൊപ്പിക്കുണ്ടായി. തൊപ്പി എന്തായിരിക്കും അറിയോ? ലൈവിൽ വന്നിട്ട് ഷാജാനിക്കായും നീലക്കോലിനെയും നല്ല 4 തെരഞ്ഞു വിളിച്ച്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊക്കെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ നീലക്കോയിൽ എന്ന് പറഞ്ഞ ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് വർക്കാത്തവൻ മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തെല്ലാം പറയുന്നത്? വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ അറിയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്ത് പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 എണ്ണേ ഉള്ളൂ ഇങ്ങനത്തെ. പാണ്ടിക്കാട് കുഞ്ഞാന്, പിന്നെ ഏതോ ഷുക്കൂർ നൗഷാദ് എന്നെല്ലാം പറഞ്ഞ ഏതോ 2-3 തന്തൊക്കെ ഉറക്കാത്തമാര് ഒരു നാടുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം. തന്തയില്ലാത്തവന്മാരെന്ന് ഞാൻ പറയും. ഞാൻ ആർക്കും ഒരു മടിയില്ല. ഞാൻ കാര്യം പറയാം. അടുത്ത തവണ ഇങ്ങനത്തെ
തെറി വിളിക്കും, തന്തൊക്കെ വിളിക്കും. നീല കണ്ട കാര്യം പറയാല ഒരുമാതിരി മറ്റെടുത്ത വർത്താനം പറയുന്ന അവിടെ പോയിട്ട് ആ പെണ്ണ് ഏതോ പബ്ലിക് ഇവന്റിന് എന്തിനാ പോയാ. അപ്പൊ ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാന്ന് ഓൻ ആ പരിപാടി ചെയ്യും. അത് പോട്ടെ, വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ആരാന്നറിയില്ല, ഒരു ലൊട്ട ചങ്ങായി വന്നിട്ട് കല്യാണം നാണം ഉണ്ടാടാ. 2-3 മക്കളെ ഉപ്പേരിക്കല്ലടാ നീ, നാണവും മാനം ഉണ്ടാടാ നാറി. പണിയെടുത്ത് ജീവിക്കണം പോയിട്ട് കണ്ട പെണ്ണുങ്ങളെ വേക്കുന്ന മറ്റേ ഇത് ഓളെ കല്യാണമായോ ഒക്കെ വിശേഷമായെന്ന് അറിയാൻ പറ്റോ നടക്കുന്നല്ലോ നാണം കെട്ടവന്മാര്. എല്ലാരും ശരിക്കും കേട്ടല്ലോ, കേട്ട് ബോധിച്ചല്ലോ, തൃപ്തിയായല്ലോ. ഇങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് തന്തക്ക് വിളി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. വല്ലാത്തൊരു ജാതി. തൊപ്പി ഈ അടുത്ത കാലത്തൊന്നും ഈ ജാതി സൈസ് സാധനങ്ങളൊന്നും എടുക്കാത്തതാണ്. പക്ഷെ ഇത്തവണ ആള് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയി. സംഭവം കുറച്ച് ഓവറായി പോയി. ഒരാൾ എങ്ങനെയൊക്കെ തന്തക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി. സംഭവം നീലക്കോലിന് ഇതൊക്കെ ഒരു ശീലമാണ്. സ്ഥിരമായി ഇതുപോലുള്ള തെരുവിളികൾ കേൾക്കുന്നതാണ്. ഷാജാന്റെ കാര്യം പക്ഷെ എനിക്കറിയില്ല. എന്തായാലും കുറച്ചുകൂടെ സഭ്യമായ ഭാഷയിൽ തൊപ്പിക്ക് സംസാരിക്കാമായിരുന്നു. സംഭവം ഷാജാൻ ചെയ്ത തണ്ടിത്തരാണെങ്കിലും വീട്ടിലിരിക്കുന്ന അയാൾ ഉപ്പാനൊക്കെ വെച്ച് തെറി പറയേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വിഷയത്തിൽ എവിടെയും ഇല്ലാത്ത പാണ്ടിക്കാട് കുഞ്ഞിന് കിട്ടി നല്ല തന്തക്ക് വിളി. അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് കുഞ്ഞാന്റെ സമയം അത്ര നല്ലതല്ല. വരുന്നവനും പോകുന്നവനും വരെ ഊക്കി വിടുന്നുണ്ട്. എന്തായാലും ഈ തന്തക്ക് വിളി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ അത്ര സുഖമുള്ള സംഭവമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാജാൻ ഖാൻ എന്താക്കി തൊപ്പിക്കുള്ള മറുപടിയുമായി രംഗത്ത് വന്നു. അതൊന്ന് കണ്ടോക്കാം. തൊപ്പിയെ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ അല്ലേ. പക്ഷേ ഈ തങ്കപ്പെട്ട മനുഷ്യന് ഉള്ളിലുള്ള തങ്കം ചേട്ടൻ ഉണരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ആ ഹെഡ്സെറ്റ് ഒന്ന് വെച്ചാൽ നന്നായിരിക്കും. അമ്മാതിരി തെറിയാണ് ഇനി വരാൻ പോകുന്നത്. കണ്ടോക്കാം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. പക്ഷെ നായിന്റെ മോനെ, അന്റെ തന്ത അല്ലട എന്റെ തന്ത വിചാരിച്ച നായിന്റെ മോനെ, ഇന്റെ മുട്ടുകാലം വറക്കൂല നായിന്റെ മോനെ. നെയ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചിട മൂന്നര പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞു കൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലട നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. അന്റെ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താണ് നായ വിചാരിച്ചത് ഞാൻ കിടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ, അടിച്ചിട മൂന്നര ചെയ്യിപ്പിക്കാൻ പറ്റും നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ, ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ള നായെ, അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കിയുള്ള നായെ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാ, നിങ്ങൾ കമന്റ് ഇടി. ഏത് കണ്ടിട്ടേ ഈ മുട്ടുകാല് പറക്കൂല നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായെ. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും പൂർണ്ണമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കൃതജ്ഞനായി, മനസ്സ് നിറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഈ തെറിയൊക്കെ കേൾപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ വേറെ വഴിയില്ലല്ലോ. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയും? ഇങ്ങനെയും കുറെ ജന്മങ്ങൾ ഇഷ്ടം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഇമാതിരി തെറിയൊക്കെ വിളിക്കുന്നത്. വെറുതെ ഒരു ആവശ്യവും ഇല്ലാതെ തൊപ്പിയും മെഹറിനും വെച്ച് അനാവശ്യം പറഞ്ഞു എല്ലാം തുടങ്ങി വെച്ചത് ഷാജാൻ തന്നെയാണ്. തൊപ്പിക്ക് അതിനൊരു മാന്യമായ മറുപടി കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോ തെറി വിളിക്കണമെങ്കിൽ അയാളെ ഡയറക്റ്റ് ആയി വിളിക്കാമായിരുന്നു. പകരം തൊപ്പി അയാളുടെ തന്തക്ക് വിളിച്ചു. അയാൾ തിരിച്ച് 4 ഇരട്ടി തെറി തൊപ്പിയും വിളിച്ചു. ഇനിയിപ്പോ ഇതിന്റെ മേലെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ടെന്നെ അറിയാം. ഇനി ഇതിങ്ങനെ അങ്ങ് ഒതുങ്ങി പോയാൽ മതിയായിരുന്നു. എന്തായാലും തൊപ്പിയുടെയും ഷാജഹാനും തെറി കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് തൊപ്പി ഫാൻസിനെ വക തെറിവിളിയാണ് വരാൻ പോകുന്നത്. സംശയം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. ഇവന്മാര് കടന്നൽ കൂടെ കളിക്കാൻ പോലെയാണ് വരുന്നത്. എന്താണ് ഏതാണെന്നൊന്നും അറിയണ്ട, വെറുതെ എന്തേലും തെറി പറയണം പോണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ഷാജഹാൻ കാക്കൊക്കെ ഇതുപോലെ ഫാൻസ് ഉണ്ടാവുമോ എന്തോ. അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി തെറി കേൾക്കേണ്ടി വരുമല്ലോ. എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാം അല്ലേ. കാവിലമ്മേ ശക്തി തരണേ. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.